ഫെബ്രുവരി 16 വിശുദ്ധ ഒനേസിമസ് AD 68 രക്തസാക്ഷിയായി. പുതിയ നിയമത്തിലെ ഫിലേമോനുള്ള ലേഖനത്തിൽ ഒനേസിമസിനെ പരാമർശിക്കുന്നു. അത് കൊളോസയിൽ താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ ഫിലേമോന് അപ്പസ്തോലനായ പൗലോസ് എഴുതിയ ഒരു കത്താണ്. പൗലോസിൻ്റെ സ്വാധീനത്തിൻ കീഴിൽ ക്രിസ്ത്യാനിയായി തീർന്ന ഫിലേമോൻ്റെ അടിമയായ ഒനേസിമസിൻ്റെ കാര്യത്തിനാണ് കത്ത് മുഴുവനും സമർപ്പിക്കുന്നത്. ഫിലേമോനുള്ള ലേഖനം ഒരു അധ്യായം മാത്രമുള്ള ഒരു ചെറിയ കത്താണ്. അതിനാൽ പുതിയ നിയമത്തിലെ 18ാമത്തെ പുസ്തകമായ ഫിലേമോനുള്ള ലേഖനത്തിൽ ഒനേസിമോസിൻ്റെ കഥ കാണാം. ബൈസാൻഡിയത്തിലെ ഒനേസിമസ് അല്ലെങ്കിൽ എഫേസസിലെ ഒനേസിമസ് എന്നും അറിയപ്പെടുന്ന വിശുദ്ധ ഒനേസിമസ് ഫ്രീജിയയിൽ ജനിച്ചുവെന്ന് കരുതുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലെ ഇന്നത്തെ തുർക്കി നഗരമായ കൊളോസയിലെ ക്രിസ്ത്യാനിയായിരുന്ന ഫിലേമോൻ്റെ അടിമയായ ഒനേസിമസ് ഫിലേമോനിൽ നിന്ന് രക്ഷപ്പെട്ട് റോമിലേക്ക് പലായനം ചെയ്തു. അവിടെ വീട്ടുതടങ്കലിലായിരുന്ന പൗലോസ് അപ്പസ്തോലനെ കണ്ടുമുട്ടി. പൗലോസ് ഒനേസിമസിനെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഫിലേമോനിലേക്ക് തിരികെ അയക്കുകയും ചെയ്തു. ഒനേസിമോസിനോട് ക്ഷമിക്കുവാനും ക്രിസ്തുവിൽ അവനെ ഒരു സഹോദരനായി സ്വീകരിക്കുവാനും ഫിലേമോനെ പ്രേരിപ്പിക്കുന്ന ഒരു കത്ത് പൗലോസ് ഫിലേമോൻ എഴുതി. ഒനേസിമസിനെ പൗലോസ് അപ്പസ്തോലൻ ബിഷപ്പായി അവരോധിച്ചെന്നും ഏഷ്യ മൈനറിലെ തൻ്റെ ശുശ്രൂഷകൾക്കിടയിൽ മതപീഡനങ്ങൾക്ക് വിധേയമായി ഒനേസിമോസ് രക്തസാക്ഷിത്വം വരിച്ചുവെന്നുമാണ് പാരമ്പര്യം. പൗലോസുമായുള്ള സഹവാസവും ക്രിസ്തുമതത്തിലേക്കുള്ള പരിവർത്തനവും കാരണം ഒനേസിമസ് ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ഒരു വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടു. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയും റോമൻ കത്തോലിക്ക സഭയും ഉൾപ്പെടെ വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ അദ്ദേഹം വിശുദ്ധനായി ആദരിക്കപ്പെടുന്നു.